everyone and welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോ കണ്ടതിൽ നമ്മൾ ചമ്പ വ്ളോഗായിരുന്നു കണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഖജിയാർ വ്ളോഗാണ് കാണാൻ പോണത്. ശരിക്കും ഞങ്ങൾ ഖജിയാർ ഡലൗസിയാണ് പോയത്. പക്ഷേ ഡലൗസി എത്തിയപ്പോഴത്തേക്ക് രാത്രി അത് കാരണം അതിൻ്റെ വ്ളോഗൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഖജിയാറിൻ്റെ വിഷ്വൽസൊക്കെ ഞാൻ നന്നായിട്ട് എടുത്തിട്ടുണ്ട്, കാരണം നമ്മുടെ ഒരുപാട് സമയമുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഖജിയാറിലോട്ട് പോകുന്ന വഴിയാണ്. ഖജിയാർ എന്ന് പറയുന്നത് ശരിക്കും മിനി സ്വിറ്റ്സർലാൻഡ് ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അത്രയ്ക്കും ചെറിയൊരു ഏരിയ ആണെങ്കിലും ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അതായത് നല്ല വ്യൂ ആണ്, ഭയങ്കര നല്ലൊരു ലേക്കും ഇരിക്കാനൊക്കെ ആയിട്ട് നല്ല സ്ഥലവും ഒക്കെ ആയിട്ട്. അപ്പം ഇത് നമ്മൾ ഖജിയാർ പോകുന്ന റൂട്ടാണ്. ഫുള്ള് മലയാണ് കേട്ടോ. അപ്പം നമുക്കിങ്ങനെ സിക്നെസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ശരിക്കും എന്താ പറയുക, കഷ്ടപ്പെട്ടു പോകും. കാരണം ഭയങ്കര വളവും തിരിവും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ. അത് കാരണം പിന്നെ ഈ ഖജിയാർ ഫേമസ് എന്താന്ന് പറഞ്ഞാൽ അവിടെ വലിയൊരു ഭയങ്കര ഒരു ലേക്ക് ചെറുതാണെങ്കിൽ ഭയങ്കര വൈഡായിട്ടുള്ള ഒരു ഏരിയയിൽ നല്ല എന്താ പറയുക, പുല്ലൊക്കെ ആയിട്ട് ഇരിക്കാനൊക്കെയുള്ള പിക്നിക് സ്പോട്ട് പോലെയാണ് ഇൻ ഷോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അവിടെ വേറെ ഹോഴ്സ് റൈഡിങ്, പാരാഗ്ലൈഡിങ്, അതുപോലെ തന്നെ നമ്മൾക്ക് മുയലുകളുണ്ടല്ലോ അതിൻ്റെ വെച്ചിട്ടൊക്കെ ഫോട്ടോസ് എടുക്കാം. പിന്നെ ഹിമാചലി ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ ഞങ്ങൾ എല്ലാം ചെയ്തായിരുന്നു. പാരാഗ്ലൈഡിംഗ് ഒന്നും ഞങ്ങൾ ചെയ്തില്ല. റേറ്റ് ഒക്കെ ചോദിച്ചു, പക്ഷെ റേറ്റ് ഒട്ടും റീസണബിൾ ആയിരുന്നില്ല. അത് കാരണം ഞങ്ങൾ പിന്നെ പാരാഗ്ലൈഡിങ്ങിൻ്റെ ഒന്നും ഞങ്ങൾ ട്രൈ ചെയ്തില്ല. കണ്ടില്ല, ആ മലയിലൊക്കെ ഐസ് വീണ് കിടക്കുകയാണ്, ദൂരെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഹിമാചലി ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം, അല്ലെങ്കിൽ അവരുടെ ക്യാമറയിലുണ്ട്. പിന്നെ നമുക്ക് വേറെ വേണമെങ്കിൽ ക്യാമറാമാനൊക്കെ ഇവിടെ കറങ്ങുന്നുണ്ടോ, നമുക്ക് അല്ലാണ്ട് കപ്പിൾ ഫോട്ടോഗ്രാഫ്സ്, സിംഗിൾ ഫോട്ടോഗ്രാഫ്സ്, കുഞ്ഞുങ്ങളുടെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുപ്പിക്കാം. നമ്മുടെ കയ്യിൽ ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ അതിനും നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. ഇതിനൊക്കെ എല്ലാത്തിനും റേറ്റ് ഉണ്ട് കേട്ടോ. ഡ്രസ്സ് ഇടുന്നതിന് റേറ്റ് ഉണ്ട്, മൊയിലുകളെ പിടിച്ച് ഫോട്ടോ എടുക്കുന്നതിന് റേറ്റൊക്കെ ഉണ്ട്. അതൊക്കെ അവരുടെ ഒരു ഉപജീവന മാർഗം എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. പക്ഷെ നല്ല രസമാണ്. നമുക്ക് നമ്മുടെ പിന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ അവിടെ കിട്ടും. റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതായത് അല്ലാണ്ട് നമുക്ക് നോർമൽ സ്നാക്സ് ഒക്കെ കഴിക്കാനാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, അതായത് ഖജിയാറിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് നമ്മൾ. ഇതിപ്പോൾ നമ്മൾ ഖജിയാർ എത്തി. ഇതാണ് ഇനിയും തുടങ്ങിയാണ് ഖജിയാറിൻ്റെ വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. അവിടെ ചലോ ചമ്പ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ല രസമാണ്. ഒരു ഫോറസ്റ്റിൻ്റെ ഒരു നടുക്കായിട്ട് കണ്ടില്ലേ, ഫുൾ ഒരു ഏരിയ ആണ്. നമ്മൾ ഭക്ഷണമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ജ്യൂസ് അങ്ങനെ കുറച്ച് സ്നാക്സ് ഒക്കെ ആയിട്ട് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ്. ചുറ്റും ഇങ്ങനെ ദേവദാർ മരങ്ങളാണ്. ഹിമാചലിൽ മാത്രം കാണപ്പെടുന്ന മരങ്ങളാണ് കേട്ടോ ഈ ദേവദാർ എന്ന് പറയുന്നത്. അപ്പോൾ ചുറ്റും ദേവദാർ മരങ്ങളായിട്ട് നടുക്ക് ഇങ്ങനത്തെ ഒരു ഏരിയ ഉണ്ട്. കണ്ടില്ല, ഇവരൊക്കെ ഈ കൊട്ടയിലൊക്കെ ഇവരിങ്ങനെ മൊയിലുകളെ കൊണ്ട് നടക്കുകയാണ്. അപ്പം നമ്മുടെ പുറകിനൊക്കെ നടക്കും. സ്നോ വീഴുമ്പോൾ ഈ ഏരിയ ഫുള്ളും കവറാവും. അതായത് സ്നോയിൽ ഫുള്ളായിട്ടും കവറാവും. അതായത് ചേട്ടൻ, ഏട്ടൻ, ചേച്ചി, വാവ, പിന്നെ മോള്, അമ്മ ഒക്കെ നടന്ന് പോവാണ്. അപ്പം ഞങ്ങളിങ്ങനെ സ്പോട്ട് നോക്കുകയാണ് എവിടെയാണ് ഇരിക്കുന്നത്. കാരണം ചെറിയ തണുപ്പും വേണം, ചെറിയ തണലും വേണം, എന്നാൽ ചെറിയ വെയിലും ഉണ്ട്. കാരണം വെയിലത്തൊക്കെ തണുപ്പ് സമയത്തൊക്കെ വെയിലൊക്കെ കൊള്ളാൻ നല്ല രസമല്ലേ. അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ സ്പോട്ട് നോക്കി നടക്കുകയാണ് എവിടെയാണ്. ഞങ്ങൾ അങ്ങേ അറ്റത്ത് പോയാണ് ഇരുന്നത് കേട്ടോ. കാരണം അവിടെ നല്ല തണുപ്പും ഉണ്ടായി, ചെറിയ രീതിയിലുള്ള വെയിലും ഉണ്ടായി. അപ്പം അങ്ങനെ ഞങ്ങൾ ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് താഴെ ഇങ്ങനെ മാറ്റും ബെഡ്ഷീറ്റും ഒക്കെ വിരിച്ച് അവിടെ ഇരിക്കാം, കിടക്കാം, ഗെയിംസ് ഒക്കെ കളിക്കാം. ഒരുപാട് പേരെല്ലാവരും ഇങ്ങനെ ഗെയിംസ് ഒക്കെ കളിക്കും അങ്ങനെ. അപ്പം ഞങ്ങൾ വാവയുടെ ഫുൾ ബാഗൊക്കെ ആയിട്ടാണ് പോയത്. കാരണം വാവയ്ക്ക് എപ്പോൾ എന്ത് ചേഞ്ച് ചെയ്യേണ്ടി വന്നാലോ എന്നൊക്കെ നമുക്കറിയില്ലല്ലോ. അപ്പോൾ എവിടെ പോകണമെങ്കിലും അവൻ്റെ ആ ഒരു ബാഗ് എന്തായാലും നമ്മൾ ക്യാരി ചെയ്യും. അപ്പം ഞങ്ങളിങ്ങനെ ഓരോരുത്തരും ഓരോ സ്പോട്ട് പറയായിരുന്നു. അപ്പം ചേട്ടനൊക്കെ പറഞ്ഞ് നമുക്ക് ഈ അടുത്ത് തന്നെ ഇരിക്കാം. അപ്പം ഞങ്ങൾ പറഞ്ഞു വേണ്ട നമുക്ക് ആ മരത്തിൻ്റെ അവിടെയൊക്കെ പോയിരിക്കുക. കാരണം ഞങ്ങൾ എപ്പോൾ ഖജിയാർ പോയാലും ആ ഒരു ഏരിയയിലാണ് ഇരിക്കാറുള്ളത് എപ്പോഴും അങ്ങനെ. അപ്പോൾ ഇപ്പോഴും ശരിക്കും ഡിസൈഡ് ആവുന്നില്ല നമ്മൾ എവിടെയാണ് ഇരിക്കേണ്ടത്. അതാണ് ഇങ്ങനെ സ്റ്റക്കായിട്ട് അവിടെ തന്നെ നിൽക്കുന്നത് നമ്മളെല്ലാവരും. അല്ലെങ്കിൽ ലാസ്റ്റ്ലി നമ്മൾ പോയി കേട്ടോ. ശരിക്കും ആ ഒരു വീടൊക്കെ
പോലെയൊക്കെ കാണുന്നത്. അത് വീടില്ല, ശരിക്കും അത് റെസ്റ്റോറൻറ്റ്. അവിടെ നല്ല അടിപൊളി ലെമൺ ചിക്കനൊക്കെ കിട്ടും. അതാണ് ആ ലേക്ക് എന്ന് പറയുന്നത്. ചെറിയ രീതിയിലുള്ള ബോട്ടിങ്ങും ചെറിയ രീതിയിലുള്ള ബോട്ടൊക്കെ അവിടെ ഓടും കേട്ടോ. അങ്ങനെയായിട്ട്. അപ്പം ഇവിടെ ഏട്ടൻ എന്തോ ഇരുന്ന് ഷൂ ഒക്കെ കെട്ടുമായിരുന്നു. ഇത് മുയലുകളാണ്, കണ്ടില്ല? ഇത് വലിയ മുയലുകളാണ്, കുഞ്ഞു മുയലുകളുണ്ട്, ഇതിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ട്. നല്ല രസം. ഇതിൻ്റെ പേരൊക്കെ കേൾക്കണം, ചങ്കു മങ്കു അങ്ങനെയൊക്കെയാണ് ഇത്. ആരോട് ചോദിച്ചാലും എല്ലാത്തിൻ്റെ പേര് ചങ്കു മങ്കു എന്നായിരിക്കും കേട്ടോ. അങ്ങനെ അപ്പം ഞങ്ങളിങ്ങനെ പെയ്യെ നടന്ന് പോവുകയാണ്. ശരിക്കും സ്നോ ഒക്കെ ഐസൊക്കെ വീണ് കഴിയുമ്പോൾ, സ്നോഫോളിൻ്റെ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത്രയും വൈഡ് ഏരിയയിൽ ഇങ്ങനെ എന്താ പറയുക, സ്നോ ഇങ്ങനെ മൂടിക്കിടക്കുകയായിരിക്കും. അതായത് ചെറിയൊരു പാലം, ഈ ചെറിയൊരു പാലമൊക്കെ കടന്നിട്ടാണ് നമുക്ക് അപ്പുറത്തോട്ട് പോകേണ്ടത്. ഇതൊക്കെ ജസ്റ്റ് വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ടൊക്കെ ആക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. പക്ഷെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എത്രയൊക്കെ ടൂറിസ്റ്റ് ആൾക്കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞാലും എനിക്കൊന്ന് ഇത്രയും ഭംഗി കണ്ടിട്ടായിരിക്കും അത്രയും നമുക്ക് സ്പോയിൽ ചെയ്യാനായിട്ട് തോന്നില്ല. അത് കണ്ടില്ല, അവിടെ പാരാഗ്ലൈഡിങ് നടക്കാണ്. കുഞ്ഞുങ്ങൾക്കുള്ള, ചെറിയ പിള്ളേർക്കുള്ള, അതായത് 5 വയസ്സിന് മുകളിലുള്ള പിള്ളേർക്കൊക്കെ പാരാഗ്ലൈഡിങ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പം നമ്മൾ മോളെ കൊണ്ട് ചെയ്യിപ്പിച്ചായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അവൾക്ക്. ഇച്ചിരി ഒരു ദൂരത്തേക്ക് മാത്രമായിട്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തു നിന്നും ഖജിയാറിലോട്ട് വരും കേട്ടോ. ഗുജറാത്തീസ്, ബംഗാളീസ്, എവിടെ നിന്നൊക്കെ ഏതൊക്കെ ലോകത്തുണ്ടോ അവരൊക്കെ ഇവിടെ വരാറുണ്ട്. അപ്പം ഞങ്ങളിതാ ഈ ഒരു സ്പോട്ടായിരുന്നു ഞങ്ങൾ എടുത്തത്. അപ്പം ഞങ്ങളവിടെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചതാ, കണ്ടില്ലേ? ഇവിടെ ചെറിയ വെയിലും ഉണ്ട്, ചെറിയ തണുപ്പും ഉണ്ട്. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വാവേനെ അവിടെ കിടത്തി. അപ്പോഴാണ് അവന് സമാധാനമായത്. ശരിക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ അവരുടെ ഒരു കാലും കൈയൊക്കെ ഇട്ട് അടിക്കണമല്ലോ. വണ്ടിയിലിരുന്നിരുന്ന് അവൻ ശരിക്കും അവശതയായി പോയായിരുന്നു. പിന്നെ അവിടെ ബലൂൺസ് കിട്ടും. ഈ ഒരു സ്ഥലത്ത് ഇഷ്ടംപോലെ ഹിന്ദി മൂവീസിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. കുറേ പഴയ 1942 ലവ് സ്റ്റോറി, അതിൻ്റെയൊക്കെ ഷൂട്ടിംഗ് ഈ സ്ഥലത്തൊക്കെയാണ് നടന്നേക്കുന്നത്. ഞങ്ങൾ വാവേനെ ഇവിടെ കിടത്തി. എന്നിട്ട് ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞു, ഗെയിംസൊക്കെ കളിച്ചു, ഫോട്ടോസൊക്കെ എടുത്തു, കഴിച്ചു. അങ്ങനെയൊക്കെ ജസ്റ്റ് ഒരു ചില്ലിങ് ടൈമായിരുന്നു. നല്ല ചിൽ ചെയ്യാനൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ. മാവ ഇവിടെ കിടന്ന്, അന്നൊക്കെ ഇച്ചിരി കുഞ്ഞതായിരുന്നു കേട്ടോ. ഇപ്പോഴൊക്കെ പിന്നെ ഇച്ചിരി കൂടെ വലുതായി. എടാ അങ്ങനെ. അപ്പം എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഓരോ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും, കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കും. പിന്നെ നമുക്ക് അവിടെ ഒരു റെസ്റ്റ് ഹൗസ് പോലെയൊക്കെയാണ്, അത് എന്തിൻ്റെ ഓഫീസാണെന്ന് തോന്നുന്നു. അവിടെയൊക്കെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ എന്തോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും, എനിക്ക് ഓർക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ സ്വെറ്ററൊന്നും ഇട്ടിട്ടുണ്ടായില്ല, കാരണം എനിക്ക് നല്ല ചൂടെടുക്കുന്നുണ്ടായി. അതുകൊണ്ട് ഞാൻ സ്വെറ്ററും ജാക്കറ്റും ഒക്കെ ഊരിക്കളഞ്ഞത്, കാരണം വെയിലത്തും കൂടിയാണല്ലോ നമ്മൾ ഇരിക്കുന്നത്. ഈ ചുറ്റും കാണുന്നത് ദേവദാറിൻ്റെ മരങ്ങളാണ് കേട്ടോ. ദേവദാറിൻ്റെ മരത്തിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഇരിക്കുക. ബെഞ്ചസും ഉണ്ട്, നമുക്ക് ബെഞ്ചിലിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ താഴെ ഇരിക്കാം. അങ്ങനെയൊക്കെ ആയിട്ട് ഇതാണ് നമ്മുടെ ഖജിയാറിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. നോക്കൂ, എന്ത് സുന്ദരമായിട്ടുണ്ട്. ആ മരങ്ങളൊക്കെ നിൽക്കുന്നതാണ്. അങ്ങനെ അങ്ങോട്ടൊക്കെ കാടെന്ന് പറയുമ്പോൾ മൃഗങ്ങളുള്ള കാടല്ല, മീൻസ് ഈ ദേവദാറിൻ്റെ മരങ്ങളുള്ള കാടാണ്. നല്ല ഒരേ ലെവലിലാണ് കണ്ടോ നിൽക്കുന്നത്. ശരിക്കും നമുക്ക് വീഡിയോയിൽ കാണുന്നതല്ല ഭംഗി, നേരിട്ട് കാണണം. അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇവിടെ ഞങ്ങളുടെ പരിപാടിയൊക്കെ തുടങ്ങി. ഞങ്ങൾ കുഞ്ഞു മുയലുകളെയൊക്കെ കയ്യിലെടുത്ത് ഫോട്ടോ എടുക്കലും ഒക്കെ ആയിരുന്നു. നമുക്കിങ്ങനെ താലോലിക്കാം കേട്ടോ. കണ്ണൊക്കെ നല്ല ചുമന്ന്, ഇതിൻ്റെ പേര് ചങ്കുമങ്കു എന്നായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായിരുന്നു, എന്ത് രസമായിരുന്നു. നമുക്കിങ്ങനെ പിടിച്ച് തിന്നാൻ തോന്നും. ഞങ്ങൾ വാവയുടെ കയ്യിലൊക്കെ വെച്ചു കൊടുത്ത അവനെ ഇങ്ങനെ, അവന് ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ പിന്നെ അവൻ വേണമെങ്കിൽ അന്ന് പിടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ആ സമയത്തൊന്നും അവന് കറക്റ്റായിട്ട് അറിയൊന്നുമില്ല എന്താ ഏതാന്നൊന്നും. എന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് അവൻ്റെ മടിയിലൊക്കെ വെച്ച്
കയ്യിലൊക്കെ വെച്ച് കൊടുത്ത്. പക്ഷെ അവന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ല, എന്താണെന്നൊന്നും വലിയ കാര്യമായിട്ടൊന്നും അറിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഇങ്ങനെ വെച്ചതാ, അവൻ കൊക്കുകയും ചെയ്തു ആ സമയത്ത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ചേച്ചി ഞങ്ങൾ മോളെ കൊണ്ട് പാരാഗ്ലൈഡിങ് ചെയ്യിപ്പിക്കാനായിട്ട് പോയിട്ടുണ്ടായി. ഇപ്പൊ അവളെ ഇങ്ങനെ പാരാഗ്ലൈഡിങ്ങിന് വേണ്ടിയിട്ട് റെഡിയാക്കായിരുന്നു. ശരിക്കും പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ട് കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ അവളും ഏട്ടനും കൂടി, എൻ്റെ ഹസ്ബൻഡും കൂടി ഹോഴ്സ് റൈഡിങ് ചെയ്തു, പാരാഗ്ലൈഡിങ് ചെയ്യിപ്പിച്ചു അവളെ കൊണ്ട്. അതൊക്കെ പിള്ളേർക്കൊക്കെ ഒരു അഡ്വെഞ്ചർ ആണല്ലോ. ഈ പ്രായത്തിലൊക്കെ ചെയ്യിപ്പിക്കണമെങ്കിൽ അവർക്കൊക്കെ ഓർമ്മയും ഉണ്ടാവും. പിന്നെ നമ്മളെല്ലാം ഫോട്ടോസും വീഡിയോസും ഒക്കെ ക്യാപ്ചർ ചെയ്യുന്ന കാരണം മറന്നുപോയാലും നമുക്ക് കാണിക്കാമല്ലോ എങ്ങനെയൊക്കെ എന്തൊക്കെയാണെന്ന്. അങ്ങനെയാണ് കേട്ടോ. പശുക്കളൊക്കെ നിൽപ്പുണ്ടാവും, പുല്ലൊക്കെ തിന്നുന്നുണ്ടാവും, പക്ഷെ നമ്മളൊന്നും ചെയ്യുമൊന്നുമില്ല കേട്ടോ. അവര് അടങ്ങി ഒതുങ്ങി അവിടെ ഇവിടെയൊക്കെ പുല്ലും ഒക്കെ തിന്ന് ഇങ്ങനെ നിന്നോളും. അപ്പം മോളെ ഇപ്പൊ ഇങ്ങനെ പാരാഗ്ലൈഡിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആക്കേണ്ടതായത് ആക്കി പറന്നു പോവാണ്. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച് കരയുന്നു, പക്ഷെ ഇല്ല, ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ഭയങ്കര അടിപൊളിയായിരുന്നു. എന്നിട്ട് ഓടി വന്ന് ഞങ്ങളോടൊക്കെ ചോദിച്ചു, കണ്ടോ ഞാൻ പോയത് കണ്ടോ എന്നൊക്കെ. പിള്ളേർക്കൊക്കെ നല്ല എക്സൈറ്റ്മെന്റ് ആണല്ലോ ഇതൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട്. ആൻഡ് അവർക്കും എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ അഡ്വെഞ്ചർ ഒക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം, എന്നാലേ കുറച്ചും കൂടി ബ്രേവ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ പേടിത്തൊണ്ടന്മാരായിട്ടൊക്കെ ഇങ്ങനെ നിന്നു പോകും. ഇത്രേ ഉള്ളൂ, കുറച്ച് അവിടെ നിന്ന് ഇവിടം വരെ അത്രേ ഉള്ളൂ കേട്ടോ. അതിനെന്തോ 500 രൂപ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പൊ പോട്ടെ, നമ്മള് കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേന്ന് വിചാരിച്ചിട്ട് ചെയ്യിപ്പിച്ചു. പക്ഷെ നല്ല ഇഷ്ടപ്പെട്ടു, അവൾക്ക് നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ഫുൾ ഡേ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ എന്ത് ബ്രേവാണെന്നൊക്കെ. നമ്മൾ അത്ര കണ്ട അവള് ഭയങ്കര തംസപ്പ് ഒക്കെ തന്ന് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. എന്ത് വേണമെങ്കിലും ചെയ്യിപ്പിക്കാം, ഭയങ്കര കോപ്പറേറ്റീവ് ആട്ടോ ഇവള്. അത് കഴിഞ്ഞിട്ട് ഇവിടെ അമ്മാവനും മോളും കൂടി ഇവിടെ എന്തോ മരത്തിന് മുകളിൽ കയറി എന്തൊക്കെ അഭ്യാസങ്ങൾ കാണിക്കുന്നുണ്ടായി. അതിന്റെ മണ്ടയ്ക്ക് കയറി ചാടെ നടക്കേ പാലം പണിത് കളിക്കേ എന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ചേട്ടനും ഇവരൊക്കെ പോയത്. ഞങ്ങൾ ആ സമയത്ത് അവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ അവിടെ റിലാക്സ് ചെയ്ത് കിടക്കുകയും ഞങ്ങള് കുറ്റും കുറച്ചിലും ഒക്കെ പറയും ഒക്കെ ആയിരുന്നു. ഞങ്ങൾ മീൻസ് ഓരോരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കായിരുന്നു. ആ സമയത്താണ് ഇവിടെ എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നുണ്ട്. അതിന്റെ മണ്ടയ്ക്ക് കയറി മരം ഇങ്ങനെ വീണ് കിടക്കുന്നതാണ്, അതിങ്ങനെ പാലമായി കിടക്കുകയാണ്. അപ്പം എൻ്റെ മണ്ടയ്ക്ക് കയറി ഭയങ്കര കളിയും പറച്ചിലും ഒക്കെ ആയിരുന്നു. ഇനി ഇവര് എല്ലാരും കൂടി രണ്ടുപേരും കൂടി തിരിച്ച് അങ്ങോട്ട് നടക്കാൻ പോവാണ്. മാസ്റ്റർജി എന്നാണ് ഇവിടെ വിളിക്കുന്നത് കേട്ടോ, ചെറിയ ചിറ്റയുടെ ഹസ്ബൻഡിനെ. മാസ്റ്റർജി മോളും ഭയങ്കര കൂട്ടാണ് ശരിക്കും, ഭയങ്കര തല്ലുപിടുത്തവും കളിയും ചിരിയും ഒക്കെയാണ്. നടന്നു പോവാണ് ഇങ്ങനെ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു 4 മണിയോട് കൂടി 4-5 മണിയോട് കൂടി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ആൻഡ് ഡയറക്റ്റ് ഞങ്ങൾ പോയത് ഡൽഹൌസിയിലോട്ടാണ്. ഡൽഹൌസി പോയപ്പോഴത്തേക്ക് സന്ധ്യയായി, കാരണം 5 മണി 5:30 ആകുമ്പോഴത്തേക്ക് തണുപ്പ് സമയത്തൊക്കെ സന്ധ്യ ആവാറാവും. പക്ഷെ അവിടുത്തെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഒന്നാമത്തെ വാവ ഭയങ്കര കരച്ചിലായി, അവന് തണുത്തിട്ടാണോ എന്തോ ഭയങ്കര തണുപ്പുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഡൽഹൌസിയിലോട്ട് പോയി. ഡൽഹൌസി ചെന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അപ്പൊ ഇത്രയായിരുന്നു എൻ്റെ ഹിമാചൽ വ്ളോഗ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് വ്ളോഗൊന്നും ഇല്ല കേട്ടോ, കാരണം ഇത് കഴിഞ്ഞിട്ട് ഏട്ടനും അമ്മയും ഇങ്ങ് പോന്നായിരുന്നു നാട്ടിലോട്ട്. ഞാൻ കുറച്ച് ദിവസം കൂടി അവിടെ നിന്നായിരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് വാവേനെയും കൊണ്ട് ഒറ്റയ്ക്കാണ് പിന്നെ വന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഖജിയാർ വ്ളോഗ്. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ളത്. എത്രയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ അത്രയൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ, കാരണം നമ്മൾ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. വാവയുള്ളത് കാരണം ഇവിടുത്തെ അമ്മ ക്യാമറ പിടിച്ച് ഭയങ്കര വ്ളോഗിങ് ആയിരുന്നു കേട്ടോ. ഭയങ്കര വ്ളോഗിങ് അമ്മ. അപ്പോൾ ഇതായിരുന്നു ഞാൻ പറഞ്ഞില്ല നമ്മുടെ വീഡിയോ. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നാമലയിൽ ഫുള്ളും ഐസ് വീണ് കിടക്കാണ് കേട്ടോ. ഇത്രയും തന്നെ ഇതിന്റെ കൂടുതൽ ഐസ് ജനുവരി, ഫെബ്രുവരി, ഡിസംബറിലൊക്കെ വീഴും. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആൻഡ് എന്താ പറയാ, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനിയും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്. ലവ് യുവർ സെൽഫ്. ബൈ.